സമിതിയുടെ ഒന്നാമത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിലാണ്. സ്വാഭാവികമായിട്ടും സമൂഹത്തിനും നാടിനും വലിയ പ്രതീക്ഷയുള്ള ഒരു സമിതിയുടെ ഒന്നാമത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും സമൂഹത്തിനും നാടിനും വലിയ പ്രതീക്ഷയുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കാൻ, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവും പ്രാപ്തിയും ദൈവം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭരണസമിതിയിലെ ഒന്നാമത്തെ ബഡ്ജറ്റ് സമ്മേളനം എന്ന നിലയിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി. നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി അധികാരത്തിലേറിയ സമയത്ത് നമ്മൾ സമൂഹത്തോട് കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ, ഈ നാടിന്റെ ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇന്ന് മുതൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ 62,71,87,696 രൂപ വരവും 37,82,635 രൂപ ചെലവും 25,71,561 രൂപ മിച്ചം ബാക്കി വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്നിവിടെ നഗരസഭയുടെ ഏറ്റവും അനുഗ്രഹീതയായ വൈസ് ചെയർപേഴ്സൺ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിലൂടെ നമുക്കറിയാം, നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് 12 കോടി രൂപ നമ്മൾ പ്രതീക്ഷിത ഫണ്ടായിട്ട് വകയിരുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ PMAY ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ നമ്മുടെ നിലവിൽ PMAY ലൈഫ് ലിസ്റ്റിലുള്ള മുഴുവൻ അപേക്ഷകർക്കും വീട് വെക്കാനുള്ള ഫണ്ട് നൽകുന്നതിന് വേണ്ടിയുള്ള PMAY പദ്ധതിക്ക് വേണ്ടി 7 കോടി രൂപ നമ്മൾ കട്ട്കോയിൽ നിന്നും വായ്പ എടുക്കുന്ന തരത്തിലേക്ക് ഇത്തവണത്തെ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ ഭരണസമിതിയുടെ തുടക്കം മുതൽ നമ്മൾ എല്ലായിടത്തും വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞു പോയ കാര്യമാണ് ഈ നാട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന്. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നഗരപ്രദേശത്തിനുള്ളിലുള്ള വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അത് കൃത്യമായി സംസ്കരിക്കുന്നതിന് സത്യത്തിൽ ആവശ്യമായ സ്ഥലം നമുക്ക് നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. അതിന് സ്ഥലം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കോടി രൂപ നമ്മുടെ നഗരസഭയുടെ സ്വന്തം ഫണ്ടിൽ നിന്നും നമ്മൾ ഇത്തവണ പ്രതീക്ഷിത ബഡ്ജറ്റായിട്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വിഹിതം നൽകിക്കൊണ്ടുള്ള അമൃത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നമ്മൾ 2 കോടി രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മുതൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഭരണ കാലയളവിൽ നഗരസഭയിലെ മുഴുവൻ ടാറിംഗ് റോഡുകളും എല്ലാ വർഷവും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്നുള്ള നമ്മുടെ ഐക്യകണ്ഠേനയുള്ള നമ്മുടെ ആ ഒരു ചർച്ചയും തീരുമാനവും നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും നഗരസഭ ടാറിംഗ് റോഡുകൾ, പ്രധാന നഗരസഭാ റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി
ഈ വർഷത്തെ ഫണ്ടിൽ നിന്നും ഏതാണ്ട് 60 ലക്ഷം രൂപയോളം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നതിക്ക് വേണ്ടി അവരുടെ പോഷകാഹാര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള പ്രമോഷന് വേണ്ടി ആ കുട്ടികളുടെ അവരുടെ മുച്ചക്ര വാഹനങ്ങൾ നൽകുക, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന പേരൻസിനുള്ള മോട്ടിവേഷൻ ക്ലാസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 34 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടി 11 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ വിവിധ സ്കൂളുകളിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പദ്ധതിക്കും അടക്കം 40 ലക്ഷം രൂപയോളം ഫണ്ട് വകയിരുത്തി. അങ്ങനെ പ്രധാനപ്പെട്ട കുറേ വാർത്തകൾ മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. വിശദമായിട്ടുള്ള ബഡ്ജറ്റിന്റെ അവതരണം പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ ഇവിടെ അവതരിപ്പിക്കും. ഏതായാലും ഇത് കൂടാതെ തന്നെ സാധാരണയായി നടത്താറുള്ള നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട വിട്ടുകെട്ടിയ സ്ഥാപനങ്ങൾ, അംഗൻവാടികളടക്കം മറ്റ് നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ മെയിൻ്റനൻസ്, അതിന്റെ പരിപാലനം, നമ്മുടെയൊക്കെ വാർഡുകളിൽ നടക്കേണ്ടതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വർക്കുകളടക്കം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഫണ്ട് നമ്മൾ കൃത്യമായി വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയും നമുക്ക് ഫണ്ടുകൾ വരാനുണ്ട്. ഈ പദ്ധതി ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വായ്പ എടുക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടുകൾ ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതീക്ഷിത കണക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരു കളിസ്ഥലമില്ല എന്നുള്ളത്. ആ കളിസ്ഥലത്തിന് വേണ്ടി നമുക്ക് അടുത്ത വർഷം അതിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് കൂട്ടായ ചർച്ചയിലൂടെ വന്നത്. ആ കാര്യം കൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏതായാലും നമുക്ക് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത് പ്രതീക്ഷിതമായിട്ടുള്ള എന്താ പറയുക ഒരു വർക്കാണെങ്കിൽ പോലും അതിലെ ബഹുഭൂരിപക്ഷം വർക്കുകളും നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സമർപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് കൃത്യമായും വിശദമായും അവതരിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി ഫാത്തിമ അൻസറിനെ അതിനുപോലെ ക്ഷണിക്കുകയും 26-27 വർഷത്തെ വാർഷിക ബഡ്ജറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈരാറ്റുപേട്ട നഗരസഭയുടെ 95,94,97,735 രൂപ വരവും 88,82,25,674 രൂപ ചെലവും 6,32,72,72,061 രൂപ നീക്കിയിരിപ്പുമുള്ള 2025-26 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 6,32,72,61 രൂപ മുന്നിരിപ്പും 56,39,15,635 രൂപ വരവും ഉൾപ്പെടെ 62,71,87,696 രൂപ ആകെ വരവും 37,82,635 രൂപ നോൺ പ്ലാൻ ഇനത്തിലും 14,02,35,000 രൂപ പ്ലാൻ ഇനത്തിലും ചെലവ് കഴിഞ്ഞ് 16,68,70,061 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ഈരാറ്റുപേട്ടയുടെ നഗരസഭയുടെ പ്രതീക്ഷയും സ്വപ്നവുമായ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് എന്നെ പ്രാപ്തിയാക്കിയ എന്റെ വാർഡായ ആനിപ്പടിയിലെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത UDF ഭരണസമിതിക്കും ഈ നഗരത്തിന്റെ വികസനവും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർമാർക്കും നന്ദി പറയുന്നു. 10 വർഷം മാത്രം പഴക്കമുള്ളതും ചുരുങ്ങിയ വിഭവസമൃദ്ധിയുള്ളതും ഇടത്തരക്കാരും പാവപ്പെട്ടവരും തിങ്ങി വസിക്കുന്നതുമായ ഈ ചെറിയ നഗരത്തിലെ പരിമിതമായ വരവും ഭാരിച്ച ചിലവും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. എങ്കിലും നഗരസഭാ കൗൺസിലിന്റെയും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെയും അംഗീകാരത്തോടും പിന്തുണയോടും കൂടി പരമാവധി ഭംഗിയാക്കി ഈ ബഡ്ജറ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഉന്നമനത്തിന് എല്ലാ മേഖലയിലും പുത്തൻ ഉണർവും വികസനവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭാ കൗൺസിലിന്റെ ബഡ്ജറ്റ് വീണ്ടും അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആധാരശിലയായ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെയാണ് നഗരസഭയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിജീവനത്തിന്റെ അനുഭവ പാഠങ്ങളിലൂടെ ഒത്തൊരുമയോടെയാണ് നാം ഇതുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ മുഴുവൻ പൊതു റോഡുകളും
വീതി കൂട്ടി പുനരുദ്ധരിക്കുവാനും ആരോഗ്യ മേഖലയിൽ 2 വെൽനസ് സെന്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും നഗരസഭയിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾക്ക് തുക ചെലവാക്കുവാനും അഗ്രികൾച്ചറൽ മാർക്കറ്റിന്റെ പണി ആരംഭിക്കുവാനും പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങി വെക്കുവാനും വനിതാ തൊഴിൽ നൈപുണ്യ വികസനത്തിനായി ഒരു സ്ഥിര സംവിധാനം PMJVKയുടെ സഹായത്തോടെ ഒരുക്കുന്നതിനും നഗരസഭാ സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ പിന്നിടുവാനും സമ്പൂർണ്ണ വെളിച്ച പദ്ധതിക്കായി തുക വകയിരുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഥമ പരിഗണന നൽകിയിരുന്നത്. ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള പൗരന്മാരാണ്. ആരോഗ്യ പരിപാലനത്തിനായി ഗവൺമെന്റ് ആയുർവേദ ക്ലിനിക്, ഹോമിയോ ക്ലിനിക്, പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, 2 വെൽനസ് സെന്ററുകൾ എന്നിവ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി ആവിഷ്കരിച്ച വിദ്യാജ്യോതി തുടർ പദ്ധതികൾ, സ്കൂളുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ, സ്കൂളുകളുടെ നവീകരണം, ഫർണിച്ചർ വാങ്ങൽ, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയൊക്കെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരുന്നു. തുടർ വർഷങ്ങളിലും ഇവയൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ആവിഷ്കരിച്ച ഡിജി കേരളം പദ്ധതിയും വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. പൊതുജനങ്ങൾക്ക് ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ അവരവരുടെ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ സേവനങ്ങൾ സ്വീകരിക്കുന്നതിനായി ആവിഷ്കരിച്ച K-സ്മാർട്ട് സോഫ്റ്റ്വെയർ മുഖേന നഗരസഭയുടെ ഓഫീസ് നടപടികൾ സുഗമമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ അമൃത് 2.0 എന്ന പദ്ധതിയിൽ 25 ഈരാറ്റുപേട്ട നഗരസഭയ്ക്കായി വകയിരുത്തി അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കേരള വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് ആവിഷ്കരിച്ചു വരുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. നഗരസഭാ പരിധിയിലുള്ള ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചും ദേശീയ നഗര ഉപജീവന മിഷന്റെ പ്രവർത്തനങ്ങൾ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നിവ നഗരസഭയിൽ തൃപ്തികരമായി പ്രവർത്തിക്കുന്നു. നഗരസഭാ പരിധിയിൽ നിലവിലുള്ള 8 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, വീടില്ലാത്ത ആളുകൾക്ക് വാടക വീട് എന്നിവയും ആവശ്യമായ മറ്റ് സഹായങ്ങളും കൃത്യമായി നൽകി നഗരസഭയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിച്ചു. PMAY, ലൈഫ് മിഷൻ എന്നീ പദ്ധതികൾ പ്രകാരം നഗരസഭയിൽ 1048 വീടുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ധനസഹായം നൽകി 586 പേര് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതും അഭിനന്ദനകരമാണ്. 430 പേർ വീട് പണി ആരംഭിക്കുവാനുമുണ്ട്. ഈ ഗുണഭോക്താക്കൾക്കായി 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകേണ്ടതുണ്ട്. നഗരസഭയുടെ DPRലുള്ള അപേക്ഷകരിൽ സ്വന്തമായി ഭൂമിയുള്ള മുഴുവൻ വ്യക്തികൾക്കും ഭവന നിർമ്മാണ ധനസഹായം നൽകുന്നതാണ്. 7.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള നമ്മുടെ നഗരസഭയിൽ ജനസാന്ദ്രതയും സ്ഥാപനങ്ങളുടെ ബാഹല്യവും കൂടുതലായതിനാൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിലെ വീടുകളിൽ ഉണ്ടാകുന്ന മാൻഹോൾ, ബയോമെഡിക്കൽ വേസ്റ്റ് എന്നിവ വീടുകളിൽ നിന്ന് ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ശുചിത്വ മിഷൻ അംഗീകരിച്ച അമസ്രഷ എന്ന ഏജൻസിയുമായി നഗരസഭ കരാറിൽ ഏർപ്പെടുകയും കിലോയ്ക്ക് 45 രൂപ നിരക്കിൽ ഏജൻസി സ്വീകരിച്ചു വരുന്നു. നഗരത്തിലെ നിരവധി കുടുംബങ്ങൾ ഈ സേവനം പ്രയോജനപ്പെടുത്തി വരുന്നു. ഖര, ദ്രവ്യ, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വലിയ മുതൽ മുടക്കം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കൂടാതെ നഗരസഭാ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിനും അവിടുത്തെ തൊഴിലാളികളുടെ വിവരശേഖരണം നടത്തി തൊഴിൽ കരം അടപ്പിക്കുന്നതിനും നഗരസഭയിലെ കരാറുകാരുടെ വിവരശേഖരണം നടത്തി ലൈസൻസ് പുതുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തി അവ ക്രമവൽക്കരിക്കുക. മുടങ്ങിക്കിടക്കുന്ന നികുതികൾ പിരിച്ചെടുത്ത് നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലക്ഷ്യം വെച്ചിരുന്ന വിഷയങ്ങളാണ്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. പല പദ്ധതികളും ആരംഭിക്കാനും ചിലത് പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് പരമാർത്ഥമാണ്. വ്യാപാരമാണ് ഈരാറ്റുപേട്ടയിലെ ജനതയുടെ മുഖ്യ വരുമാന സ്രോതസ്. ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ സാമ്പത്തിക ചുറ്റുപാടിൽ വികസന പാതയിൽ നമുക്ക് ഇനിയും വളരെ മുന്നേറാനുണ്ട്. സമഭാവനയിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെയും പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ നമ്മുടെ സഹോദരങ്ങളെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും നയിക്കുന്നതിനോടൊപ്പം സുസ്ഥിര വികസനവും ക്ഷേമവും ഉറച്ച ഭരണവും സാധ്യമാക്കുന്നതിന് എല്ലാ കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും അഭ്യർത്ഥിക്കുന്നു. ഈ ബഡ്ജറ്റിലും ലക്ഷ്യം വെക്കുന്ന വികസനം കൈവരിക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അതിനുശേഷം മാത്രമേ CHC ഫണ്ടിന്റെ വരവും
പദ്ധതിയുടെ മറ്റു കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മാത്രമല്ല അതിന്റെ റിവിഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് കെ സ്മാർട്ട് വഴി ഇതിന്റെ ഒരു ട്രെയിനിങ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച അതനുസരിച്ചും ബഡ്ജറ്റ് അവതരിപ്പിച്ച നഗരസഭയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഫാത്തിമ അൻസർ വികസന ക്ഷേമ പ്രവർത്തന നിർദ്ദേശങ്ങളാണ് ഇവിടെ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനമായി ഒരു വിമർശനം എന്ന നിലയിലേക്ക് പോകുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച്, നമ്മൾ 29 കൗൺസിലർമാരെ സംബന്ധിച്ചു നമ്മൾ ഈ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകളാണ്. ഏറ്റവും അടിസ്ഥാനപരമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പുലർത്തേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ച ബജറ്റിൽ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചടക്കം ഉള്ളത് PMAY ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ. കഴിഞ്ഞ ബഡ്ജറ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞു പോകേണ്ടതില്ല. നമ്മുടെ ചെയർപേഴ്സൺ എന്നും പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിനെ പരിപാലിച്ച് നമ്മൾ പോകേണ്ടതായിട്ടതേ ഉള്ളൂ. അതിന്റെ ഭാഗമായി PMAY ലൈഫ് ഭവന പദ്ധതിയിലുള്ള കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതിൽ ആശ്വാസവും അഭിനന്ദനാർഹവുമായ കാര്യമായി എന്നെ സംബന്ധിച്ച്, ഈ ഞങ്ങളുടെ കക്ഷിയെ സംബന്ധിച്ച് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട നഗരസഭ, ഈരാറ്റുപേട്ടയുടെ പല പ്രദേശങ്ങളിൽ നിന്നും വരുന്ന, മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി 12 കോടി രൂപ വകയിരുത്തിയതും, അതുപോലെ തന്നെ മാലിന്യ പരിപാലനം. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മീനച്ചിലാറാണ് നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴ. ആ പുഴയിലെ മാലിന്യ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്ന പുഴയാണ്. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി മാലിന്യ സംസ്കരണം ഉൾപ്പെടെ, ഉറവിട മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ നഗരസഭ മുൻകൈ എടുത്തിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതിനെ വളരെ ആവേശപരമായി തന്നെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഭരണസമിതിയുടെ, നമ്മുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2026-27 ബഡ്ജറ്റ് നിർദ്ദേശങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. പ്രധാനമായിട്ടും PMAY ലൈഫ് പദ്ധതിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഹഡ്കോഡ് 7 കോടി രൂപ വായ്പ കിട്ടിയാൽ നമ്മൾ വീട് കൊടുക്കുന്നു. നിലവില് 36,86,800 രൂപ കൊടുത്തിട്ടുള്ള വീടുകൾക്ക് മിച്ചമുള്ള പൈസ കൊടുക്കുന്നുണ്ടല്ലാതെ കൊണ്ട് പുതിയ വീടുകൾക്ക് മുനിസിപ്പൽ ഫണ്ടിൽ നിന്നോ ഏതെങ്കിലും ഫണ്ടിൽ നിന്നോ എത്തിയിട്ടില്ല. ഇനി ഹഡ്കോഡ് വായ്പ കിട്ടിയാൽ കൊടുക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുപോലെ തന്നെ മുനിസിപ്പൽ കോംപ്ലക്സ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനമായ മുനിസിപ്പൽ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും വെച്ചിട്ടില്ല. KUR DFC ലോൺ കിട്ടിയാൽ അതുകൊണ്ട് കെട്ടിടം പണിയുന്നതാണ്. അതുപോലെ കളിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കളിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാൻ പ്രസംഗത്തെ സൂചിപ്പിച്ചതൊന്നും അല്ലാതെ കൊണ്ട് ഇതിലൊരു പൈസ പോലും വെച്ചിട്ടില്ല. മാത്രമല്ല 12 കോടി രൂപയുടെ മിച്ചമുള്ളതായിട്ടാണ് ഈ ബജറ്റ് കാണിക്കുന്നത്. ആ ബജറ്റില് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കളിസ്ഥലത്തിന് 1 രൂപ പോലും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് 12 കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പറഞ്ഞതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. അതിലും വായ്പ കിട്ടിയെങ്കിൽ
ചെയ്യുന്നതാണ് പറയുന്നത്. ആഗ്രഹിക്കുന്ന പട്ടിയുടെ തുടൽ പൊട്ടുകയും ആരിലെ വെള്ളം പറ്റുകയും ചെയ്താൽ കടി തീർച്ചയാണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ ലോണും കിട്ടിയെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നടക്കും. പക്ഷെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 14 കോടി രൂപയുടെ പ്രോജക്ട് തരമുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ അടിസ്ഥാന ആവശ്യമാണ് ഏറ്റവും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ആഗ്രഹത്തോടുകൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാന ഫണ്ടെങ്കിൽ വെക്കുന്ന പ്രതീക്ഷിച്ച ഒരു പദ്ധതിക്കും ഇതിലൊരു പൈസ വെച്ചിട്ടുള്ളതായിട്ട് ഇപ്പൊ നിലവിൽ കാണുന്നില്ല. ഇതെല്ലാം ലോൺ കിട്ടിയെങ്കിൽ നമ്മൾ ചെയ്യുമെന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ബജറ്റിൽ തന്നെ ഭാവനയാണ്. ഈ ഭാവന ബജറ്റിൽ മിച്ചമുള്ള പൈസക്കെങ്കിലും കളിസ്ഥലത്തിനും കൂടെ പൈസ ഉൾപ്പെടുത്തി അതും കൂടി രേഖപ്പെടുത്തുന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റ് പൂർണ്ണമായിട്ടും ജനകീയ ബജറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാജ്യത്തെ ബജറ്റാണ്. പക്ഷേ ഈ ബജറ്റ് ഒരു ഭാവന എന്നുള്ളത് പറഞ്ഞ് ഈ ബജറ്റ് കഴിഞ്ഞ വർഷം മുൻ വർഷത്തിൽ ഉള്ളതിനേക്കാളും അതിനേക്കാളും കവിഞ്ഞ് ഒരു ബജറ്റും ഒരു റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് ഈ ബജറ്റ് പൂർണ്ണമായിട്ടും ജനകീയ ബജറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, നിർവഹണ ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കളെ, 2026-27 ബഡ്ജറ്റാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പുതിയ നഗരസഭ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വെറുതെ വലിച്ചുവാരി ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൃത്യമായി കൗൺസിലേഴ്സും നിർവഹണ ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചിച്ച് മാത്രം തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റാണ്. ഇവിടെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇവിടെ ഈ നഗരസഭയുടെ പുതിയ ഭരണസമിതി വന്ന അന്നു മുതൽ ബഹുമാന്യനായ ചെയർമാൻ ഈ നഗരസഭാ കൗൺസിലിലും പുറത്തും അതുപോലെ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലുമൊക്കെ ഈ വിഷയം സൂചിപ്പിക്കുകയും ഒരുപാട് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയും ഒരു സ്വന്തമായ ഒരു സ്ഥലം ഏകദേശം 43 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭിക്കുമെന്ന സാഹചര്യം മനസ്സിലാക്കി ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നതിന് വേണ്ടി സ്വന്തമായി ഒരു 4 ഏക്കർ സ്ഥലം നമ്മുടെ നഗരസഭയ്ക്ക് അകത്തോ പുറത്തോ മേടിക്കുന്നതിന് ആവശ്യമായ ആ ഒരു തീരുമാനമെടുക്കുകയും കൃത്യമായി അതിനുവേണ്ട ഫണ്ട് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, കുറെ നാളുകളായി അത് പണി ആരംഭിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്ലാനുകൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു KIRDFCയുടെ ലോൺ 12 കോടി രൂപ. ആ 12 കോടി രൂപ നമ്മള് ചെലവഴിക്കുമ്പോൾ നഗരസഭയുടെ ഒരു വിഹിതം നമ്മൾ വെക്കേണ്ടതുണ്ട്. ലോൺ കൃത്യമായി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നഗരസഭയുടെ വിഹിതം വെക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ബാധിച്ചൊരു പ്രശ്നം. ഈ പ്രാവശ്യം കൃത്യമായി ആ നഗരസഭയുടെ വിഹിതം അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള 1,20,00,000 രൂപ നഗരസഭയുടെ വിഹിതം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പായ ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സഹ കൗൺസിലർ സുബൈറുള്ള പള്ളി സൂചിപ്പിച്ചു കളിസ്ഥലത്തിന്റെ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിന്റെ കൂടിയാലോചന നടത്തിയപ്പോ കൃത്യമായി പറഞ്ഞു, ബഡ്ജറ്റിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറ്റിവെക്കാതെ കൃത്യമായി നടക്കുന്ന പദ്ധതികൾ, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ സംഗതി മാലിന്യ സംസ്കരണവും ബസ് സ്റ്റാൻഡും കളിസ്ഥലവും തന്നെയാണ്. ഇത് നടക്കാനുള്ള പദ്ധതിയാണ്. നടത്തിയേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഈരാറ്റുപേട്ടയിൽ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ഈ നാട്ടിലെ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടയിൽ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ, ഈ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ പദ്ധതികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യം വരേണ്ട മാലിന്യ സംസ്കരണ യൂണിറ്റും ബസ് സ്റ്റാൻഡും അടുത്ത വർഷം
നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു പദ്ധതി നമ്മുടെ കളിസ്ഥലം അത് ഏറ്റവും നല്ല നിലയിൽ ജനപങ്കാളിത്തത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കും. വെറുതെ ഇപ്രാവശ്യം നമ്മൾ ബഡ്ജറ്റ് കേട്ടുവെച്ചിട്ട് നടക്കാതെ പോകുന്നതിലും ഒരുപാട് മെച്ചമാണ് നടക്കുന്ന പദ്ധതികൾ അവതരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അതുപോലെ തന്നെ നഗരസഭയുടെ പൊതു റോഡുകളെ കഴിഞ്ഞ കാലം നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എല്ലാ വർഷവും മാർച്ച് കഴിയുമ്പോൾ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ബാക്കിയാവുമായിരുന്നു. പക്ഷെ നഗരസഭ ഈ പ്രാവശ്യം മുഴുവൻ റോഡുകളെയും നഗരസഭയുടെ റോഡുകളായി ഏറ്റെടുത്തുകൊണ്ട് കൗൺസിലേഴ്സിന്റെ വാർഡുകളിലൂടെ പോകുന്ന റോഡുകൾ മുഴുവൻ നഗരസഭയുടെ പൊതു റോഡുകളായി ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി എല്ലാ വർഷവും മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഈ ബഡ്ജറ്റിൽ തന്നെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് വലിയ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ സ്റ്റേറ്റ് ലൈറ്റും അതുപോലെ മറ്റ് ആവശ്യമായ ഭിന്നശേഷിക്ക് കുട്ടികളുടെ ഇതിനു വേണ്ടിയുള്ളതും അതുപോലെയുള്ള എല്ലാ മേഖലകളെയും കൃത്യമായി സ്പർശിച്ചുകൊണ്ടുള്ള ഈ ബഡ്ജറ്റ് 100% മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകളെ സംബന്ധിച്ച് അതില് വിശദമായി സംസാരിക്കാൻ നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നതും ആലോചിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതില് നമ്മുടെ മുൻ കൗൺസിലർമാർ പറഞ്ഞ പോലെ ഈരാറ്റുപേട്ടയിലെ മുഴുവൻ റോഡുകളും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള റോഡും വഴികളൊക്കെ അടക്കം എല്ലാം നമ്മുടെ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. PMI അത് നമ്മളിവിടെ വന്നത് മുതൽ വലിയൊരു ആഗ്രഹത്തോടുകൂടി പറഞ്ഞ ഒരു പദ്ധതി അത് നടപ്പാക്കാനുള്ള ഫണ്ട് അനുവദിച്ചതിലും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. പിന്നീട് നമ്മുടെ കടുവാമൊഴിയിലെ അനുവദിച്ചിരിക്കുന്ന കടുവാമൊഴി ഒരു കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം അത് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നാട്ടില് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ അതൊരു നമുക്ക് പോലും ഒരു കണക്ക് ഒരെണ്ണം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അവരുടെ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നടപ്പാക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഈ ഭരണസമിതി കയറിയത് മുതൽ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്താണ് ചെയർമാൻ അടക്കമുള്ള മുമ്പോട്ട് വന്നത്. അതിൽ ഫണ്ട് വകയിരുത്തിയതും മറ്റ് സ്ത്രീകളെയും കുട്ടികളെയും ഭിന്നശേഷി കുട്ടികളെയും എല്ലാവരെയും നടപടി പോകുന്ന ബഡ്ജറ്റ് കുടിവെള്ള പദ്ധതിക്കും നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഫണ്ട് വകവരുത്തിക്കൊണ്ടുള്ള ബജറ്റിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതി എന്ന നിലയിൽ സ്വാഗതം ചെയ്യും. ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് കൃത്യമായ രീതിയിൽ ഒരു ജനകീയ ബജറ്റായി തന്നെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സണെ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച പ്രിയപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ അടക്കമുള്ള ഈ നാടിന്റെ എല്ലാ ജനകീയ കാര്യങ്ങളിലും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പാർലമെന്ററി പാർട്ടിയിലുള്ള സവാദ് ഇന്ത്യക്കാരനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ പ്രിയപ്പെട്ട അംഗങ്ങളൊക്കെ പ്രധാനമായിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. എങ്കിൽ കൂടി നാടിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിക്കായിട്ടാണ് നമ്മുടെ ചെയർമാൻ ആദ്യം മുതലേ ഈ ഭരണസമിതി തുടങ്ങിയ കാലം മുതൽ എല്ലാ പ്രദേശങ്ങളിലും പറയപ്പെടുന്നതും പരിശ്രമിക്കുന്നതും ഒക്കെ ഈ നാടിന്റെ മാലിന്യ സംസ്കരണ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ വിലയിൽ നമ്മളിവിടെ വകയിരുത്തിയിട്ടുണ്ട്. അതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടുത്തെ കഴിഞ്ഞ ഒരു 10-20 ദിവസക്കാലമായി കൗൺസിലേഴ്സും പാർലമെന്ററി പാർട്ടി ലീഡർമാരും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വളരെ കുറെ കാലമായി വളരെ മോശമായി കിടന്ന മുക്കട എന്ന് പറയുന്ന ഒരു പ്രദേശം അടിയന്തരമായി അവിടെ ഇടപെട്ട് അവിടെ നഗരസഭയുടെ വകയിലുണ്ടായിരുന്ന സ്ഥലം ക്ലിയറായി അത് ഏറ്റെടുത്ത് അവിടെ ഉണ്ടായിരുന്ന കടക്കാരോടൊക്കെ കൃത്യമായി ആ പ്രദേശങ്ങളൊക്കെ ക്ലിയർ ചെയ്യുവാനും ശുചീകരിക്കുവാനും ഒക്കെ ആവശ്യപ്പെട്ട നഗരസഭ ഈ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് അടിയന്തരമായ ഇടപെടലുകൾ നടത്തി അവിടെ കൃത്യമായി ഒരു പ്രദേശം തന്നെ നഗരസഭയുടേതായി കൃത്യമായി അവിടെ വിപുലീകരിച്ചെടുക്കുകയും അവിടെ ഏതാണ്ട് 50 ലക്ഷം രൂപ അടിയന്തരമായി ബജറ്റിൽ വകയിരുത്തി ആ പ്രദേശത്ത് ഒരു കിഡ്സ് പാർക്ക് രൂപീകരിക്കാൻ
വേണ്ടി എടുത്ത ഒരു തീരുമാനത്തെ പ്രത്യേകമായി എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഏതാണ്ട് 20 ദിവസം കൊണ്ടാണ് ഈ ഒരു ഏർപ്പാടുകളൊക്കെ ഈ നഗരസഭയും ഇതിന്റെ ഭരണസമിതിയും പ്രത്യേകമായിട്ട് നമ്മുടെ സെക്രട്ടറി അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രിയപ്പെട്ട സവാദ് പറഞ്ഞതുപോലെ PMAY പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലവിൽ ലൈഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട് നൽകുന്നതിന് വേണ്ടി ഹഡ്കോയിൽ നിന്നും വായ്പ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണക്കാരുടെ ബജറ്റാണ് എന്ന് നമുക്ക് പറയാം. ഇതൊരു ഊഹാപോഹ ബജറ്റ് അല്ല. കാരണം അവിടെ നിന്ന് ലഭിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വായ്പ ലഭിക്കുമായിരിക്കും എന്നുള്ള ഒരു ബജറ്റ് അല്ല ഇത്. കൃത്യമായി അതിന്റെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് DFCയിൽ നിന്നും ബാങ്ക് അതിൽ നിന്ന് വായ്പ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫണ്ട് ലഭിക്കുന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഇവിടെ അറേഞ്ച്മെന്റ് നടത്തിയതിനു ശേഷം അതിന്റെ നഗരസഭയുടെ പദ്ധതി വിഹിതമൊക്കെ മാറ്റിവെച്ചതിന് ശേഷം അത്രയും ഉറപ്പുള്ള തീരുമാനങ്ങൾ വന്നതിന് ശേഷമാണ് ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ കളിക്കളത്തിന്റെ കാര്യം പ്രിയപ്പെട്ട CP വാസത്ത് പറഞ്ഞു. കളിക്കളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറി ഒക്കെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ചിരുന്നു. അപ്പോ കളിക്കളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിക്കുക എന്നുള്ളത് അത് നമ്മൾ പൊതുവായിട്ട് നഗരസഭ ഒരു ഫണ്ട് വകയിരുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വിശാലമനസ്കരായ പൊതുജനങ്ങളിൽ നിന്നൊക്കെ കുറെ ഫണ്ട് കളക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഈ 5-8 മാസങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കി എടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് മാത്രമാണ് അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ ഒരു കളിക്കളത്തെ നഗരസഭ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വളരെ കൃത്യമായി രൂപത്തിൽ ഇവിടെ ബജറ്റ് അവതരിപ്പിച്ച പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള അതിനെ അനുകൂലിച്ച പ്രിയപ്പെട്ട കൗൺസിലേഴ്സ് അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയർമാൻ എനിക്കിപ്പം എല്ലാവരോടും അഭിപ്രായത്തോട് ഞാൻ ചോദിക്കാം. ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ജയപ്പേട്ടയെ സംബന്ധിച്ച് അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ അരിയത്തെ ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഏതൊരു പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ്, അതും അല്ലെങ്കിൽ ഹോട്ടലിൽ, അതൊരു വലിയൊരു പോരായ്മ സംബന്ധിച്ച് നമുക്ക് സ്ഥലം കണ്ടെത്താന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടത് തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ മാലിന്യ സംരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിയാസിന്റെ വാണിൽ ഒരു 3 ഏക്കർ സ്ഥലം ഒരാൾ തരാൻ വന്നേരിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരമാവധമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇന്നലെ സംസാരിച്ച കാര്യമാണ്. റിയാസിന്റെ വാണിൽ 3 ഏക്കർ സ്ഥലം ഒരു വ്യക്തി സ്ഥലം തരാൻ തരുന്നുണ്ട്. നമുക്ക് അയാളായിട്ട് പരമാവധത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലം എടുക്കാൻ പറ്റുമായിരിക്കും. അതിന്റെ സമീപത്തുള്ള പല പ്രശ്നമൊക്കെയായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് അതൊന്നും സംസാരിക്കാൻ ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം ആൾ പറഞ്ഞിട്ടുണ്ട്. വരുവാൻ ചോദിക്കുന്ന ന്യായമായിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. 28 നമുക്ക് വലിച്ചമഴ താഴെ അവരോട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടിവെള്ള പദ്ധതിയിലൊക്കെ ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുടിവെള്ള പദ്ധതി അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു കാര്യമായിട്ട് നമ്മൾ പിന്നെ മുകളെ അതിൻ്റെ ഒരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്ന ഇറങ്ങുന്ന പാവങ്ങളെ പള്ളിക്കാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പൊളിച്ച് കിട്ടും പ്രതീക്ഷിക്കുന്നു. അതിനെ കിട്ടിയാൽ മനോഹരമായിരിക്കും അത്. പിന്നെ നമ്മുടെ പട്ടി വളർത്ത കേന്ദ്രമൊക്കെ ഉണ്ട്. ആ പട്ടികളെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വയ്യമ്പാട് ഞാനിപ്പോൾ ഈ പള്ളിവാങ്ങി കാണുമ്പോൾ 10-20ഓളം പട്ടികളാണ് ഒന്നിച്ചത്. എല്ലാവരും തന്നെ ഒരുപോലെ ആവുന്ന അതിന് വേണ്ട നോട്ടീസ് കൊടുത്താലെന്ന് എനിക്ക് തോന്നുന്നു. അതുകളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യമായിട്ട് തന്നെ അത് മുന്നേറാം. അതുപോലെ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷമൊന്നും ഇല്ല. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടൊന്നും എല്ലാ കാര്യത്തിലും ഞങ്ങളെല്ലാവിധ സപ്പോർട്ടും കാണും. കഴിഞ്ഞ ഭരണസമിതി നോക്കണ്ട അന്നേരം ചോദിച്ചു അതുപോലെ അതിനൊന്നും ഞങ്ങളെ കിട്ടിയല്ല. ഞങ്ങളില്ല വികസന കാര്യത്തിൽ എന്നാ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. സ്റ്റാൻഡിന്റെ കാര്യമാണെങ്കിലും ഇപ്പം തന്നെ അത് തന്നെ വലിയ കാര്യം തന്നെയാണ്. അത് നടപ്പിലാക്കാൻ പറ്റും. ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ പലരും അഭിപ്രായപ്പെടാം അവിടെ കിടക്കും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അതെല്ലാവരും പുതിയ ഭരണസമിതി വന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകും. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയുണ്ട്. നിർത്തുന്നു. നന്ദി. വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ബജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഫാത്തിമ അൻസർ, ബഹുമാന്യനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, സ്നേഹം നിറഞ്ഞ കൗൺസിലേഴ്സ്, ഏറ്റവും നല്ല ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. സംസ്ഥാന നിയമസഭയ്ക്ക് അവതരിപ്പിക്കുന്നത് പോലെ
വലിയ സംഭവമാണെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തി ചാറ്റുപട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായി, കഴിഞ്ഞ തവണ നമ്മൾ മെമ്പർമാരായിരുന്നില്ലെങ്കിലും അതുപോലെ ബന്ധപ്പെടുന്ന ആളുകളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ വിജിലന്റ് ആയിട്ടുള്ള നല്ലൊരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ ഈ ഭരണസമിതിക്ക് ആളുകളുടെ വലിയൊരു പ്രതീക്ഷ. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ അടക്കം എല്ലാവരും ആ നിലയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ പറയപ്പെട്ട പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് അടക്കമുള്ള, അതിലേറെ PMAY ഭവന പദ്ധതി അടക്കമുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ചർച്ചയുണ്ടായി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ജെയിംസ് ചേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം പബ്ലിക് ടോയ്ലറ്റ് അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ്യക്തതയോടും അതിലേറെ മനോഹരതയോടും കൂടി ആദ്യമായി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിന് എന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ അൻസാറിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം 7.5 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു കൊച്ചു പ്രദേശത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാവുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റാണ്. 100% അതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാത്തിലും പരിമിതികൾ കാണും. നമ്മൾ എക്സ്പെക്ടഡ് ബഡ്ജറ്റ് എന്ന് എടുത്തു പറഞ്ഞിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എക്സ്പെക്ടഡ് ബഡ്ജറ്റാണ്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി 100% സംശുദ്ധിയോടുകൂടി തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും അർഹമായ പരിഗണന നൽകിക്കൊണ്ട് അവരുടെ പ്രോജക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണിത്. എല്ലാവരോടും അഭിപ്രായം ആരാഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു ബഡ്ജറ്റായി ഞാൻ ഇതിനെ കാണുന്നു. പിന്നെ PMAY പദ്ധതി നമ്മുടെ എല്ലാവരുടെയും വാർഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ 100% വീട് കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഇത് മുൻകാലങ്ങളിലും വായ്പ എടുത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മളെ കൊണ്ട് അടച്ചു തീർക്കാൻ പ്രാപ്തിയുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പം ബസ് സ്റ്റാൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഇനി PMAYക്കാണെങ്കിലും നിലവിലും വായ്പയുണ്ട്. അതൊക്കെ അറിയാം. അതിൽ തുടർന്ന് തന്നെയും നമ്മൾ ഇനിയും മറ്റുള്ളവർക്ക് കൊടുക്കാൻ 100% പരിശ്രമിക്കുമെന്നാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തരത്തിലും ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതിന്റെ പൊതുവായ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ആത്മാർത്ഥമായി ഈ നാടിന് വേണ്ടി ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹ കൗൺസിലർമാർക്ക് നാടിന്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു നന്ദി അറിയിക്കും. ആകെ ഒരു ആശങ്ക പങ്കുവച്ചത് 2 കാര്യത്തിലാണ്. ഒന്ന്, PMAY വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ടും 2 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ടു. നമുക്കറിയാം, മുമ്പ് 2015 ഈ ഉള്ളവരും നഗരസഭാ കൗൺസിലറായി കയറിയ കാലഘട്ടത്തിൽ അന്ന് CP ബാസ് അടക്കമുള്ള ഭീമ അടക്കമുള്ള കൗൺസിലേഴ്സ് വെള്ളാപ്പള്ളി അടക്കം എല്ലാ കൗൺസിലേഴ്സും ഒന്നുണ്ടായിരുന്നു. കുറെ 5-6 പേര് ഇന്നിരുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. നമ്മൾ അന്ന് PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഹഡ്കോയിൽ നിന്നും ലോൺ എടുത്ത് തന്നെയാണ് നഗരസഭയിലെ ഏതാണ്ട് 100 കണക്കിന് ആളുകൾക്ക് അന്ന് ആ കാലഘട്ടത്തിൽ വീട് കൊടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു കോൺഫിഡൻസ് അത് വരുന്ന ഗവൺമെന്റ്, തെരഞ്ഞെടുപ്പിന്റെ ശേഷം വരുന്ന ഗവൺമെന്റ് ഏതുമായിക്കോട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഹഡ്കോയിൽ നിന്നും ആ ഫണ്ട് നമുക്ക് ലഭ്യമാക്കാൻ
കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു പദ്ധതി ഇവിടെ എഴുതിയത്. രണ്ടാമത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതി ഏറ്റവും ബലക്ഷയമുണ്ടായ സമയം വന്നപ്പോഴത്തേക്കും, അപകടകരമായ അവസ്ഥ വന്നപ്പോഴത്തേക്കും നിലവിലുണ്ടായിരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൊളിച്ച് നീക്കം ചെയ്യേണ്ടത്. സ്വാഭാവികമായും അതിന്റെ ഫയൽ വർക്കുകൾ ആരംഭിച്ചു. DPR തയ്യാറാക്കാൻ തന്നെ മാസങ്ങൾ വേണ്ടി വന്നു. DPR തയ്യാറാക്കി. ആ DPR കൃത്യമായി DPR തയ്യാറാക്കിയ ഏജൻസി അന്നത്തെ ഭരണസമിതി KURDFC എന്ന കോർപ്പറേഷൻ, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഫിനാൻസ് കോർപ്പറേഷൻ, നഗരസഭകൾക്ക് പണം വായ്പ തരുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായി ഫയൽ സബ്മിറ്റ് ചെയ്ത്, ആദ്യം ഫയൽ സബ്മിറ്റ് ചെയ്തപ്പോൾ 26 കോടി രൂപയുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് ഫയൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഇൻകം സോഴ്സ് വെച്ചിട്ട് അത് റിജക്ട് ചെയ്യുകയും, രണ്ടാമത് ബസ് സ്റ്റാൻഡിന്റെ 2 നില പൂർത്തീകരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ ഒരു ഫേസ് പൂർത്തിയാക്കാൻ വേണ്ടി 12 കോടി റീസബ്മിറ്റ് ചെയ്തപ്പോൾ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ആ ഫയലുമായി ബന്ധപ്പെട്ട ആ പ്രൊജക്റ്റിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൺജഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവായിക്കൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് അവിടെ നിർമ്മിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ആ കാര്യത്തിലുണ്ട്. കാരണം KURDFCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഞാൻ ഇതിനോടകം തന്നെ പലവട്ടം സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ 2 വർക്ക് എന്ന് പറയുന്നത് PMAയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമാണ്. ആ കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹ കൗൺസിലർമാർക്ക് യാതൊരു സംശയം വേണ്ട. ഞാൻ നിങ്ങളുമടക്കം തെരഞ്ഞെടുപ്പ് വേളകളിൽ വീട് കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം, ഏറ്റവും മോശമായി കിടന്ന വീടുകളെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യണം. ആ കാര്യങ്ങളടക്കം നമുക്ക് ഇനിയും ഫണ്ട് റിവിഷൻ ഫണ്ട് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ CFC ഫണ്ട്, പല ഫണ്ടുകളും വരാറുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഉറപ്പു തരികയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ജെയിംസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് ടോയ്ലറ്റ് കമ്പൻസേഷൻ ഇല്ല എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ റിവിഷനിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ അവിടെ നമുക്കറിയാം ബസ് സ്റ്റാൻഡ് പണി ഈ സാമ്പത്തിക വർഷം നമുക്ക് ആരംഭിക്കാൻ കഴിയും. ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിക്കാൻ തുടങ്ങിയാൽ തന്നെ അത് പൂർത്തീകരിക്കണമെങ്കിൽ 2 വർഷത്തോളം പിടിക്കുമെന്നുള്ള കാര്യം പറഞ്ഞത് 1.5 വർഷമെങ്കിലും ആ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി. ആ കാലഘട്ടത്തിൽ നമുക്ക് അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത വലിയ പ്രയാസമാണെന്നുണ്ട്. നമ്മൾ ഈ കമ്മിറ്റി തന്നെയാണ് അവിടെ 4 ടോയ്ലറ്റ് റൂമുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുള്ളത്. അത് ടെൻഡർ ആയിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഇപ്പോൾ വായിച്ച ഈ ബഡ്ജറ്റിൽ മുക്കടയെ കുറിച്ചുകൂടെ പലരും സൂചിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ട ബാസത്ത് അമ്മയുടെ എല്ലാവരും സഹോദരർക്ക് എല്ലാവരും സൂചിപ്പിച്ചു. മുക്കടയിൽ നമുക്കറിയാം, നമുക്ക് പിന്നെ സാധാരണ ഭരണസമിതികൾ വരുമ്പോഴത്തേക്കും ആ പ്രദേശം എല്ലാവർക്കും ഒരു നോട്ടി പ്ലേസ് ആണ്. കാരണം നമ്മുടേതായ ഒരു സ്ഥലം, എന്നാൽ അവിടെ നടക്കുന്ന കുറെ എന്താ പറയുക അധാർമികമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ അത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന പദ്ധതി, നിങ്ങൾ എല്ലാവരും വന്നതാണ്. അവിടെ മുഴുവൻ കൗൺസിലേഴ്സും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രദേശത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് കൊണ്ടാണ് അവിടെ നമ്മൾ കൃത്യമായ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമുക്കറിയാം. പല റൂട്ടിൽ പോകുമ്പോഴത്തേക്കും കാണുന്നതാണ്, നമ്മൾ പല വഴിക്കും പോകുമ്പോൾ കാണുന്നതാണ്. ഏറ്റവും മനോഹരമായ ഒരു ടേക്ക് എ ബ്രേക്ക്, അവിടെ കമ്പൻസേഷൻ അടക്കമുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് അവിടെയും കൂടെ വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും മുക്കട ജംഗ്ഷനിലുമായിട്ട് 2 കമ്പൻസേഷനുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റു സ്ഥലങ്ങളിലും കൂടെ നമ്മുടെ ഹൈവേ വാഗമൺ ടൂറിസം മേഖലയാണ്. ആ വാഗമൺ റൂട്ടിലേക്ക് എവിടെയെങ്കിലും പീഡബ്ല്യൂഡി സൈഡിൽ നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടിയാൽ അവിടെയും ടേക്ക് എ ബ്രേക്ക് ചെയ്താൽ ഇപ്പൊ കമ്പൻസേഷന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ട ജെയിംസ് സൂചിപ്പിച്ചതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിന് നഗരസഭയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ലാൻഡ് കിട്ടിയാൽ ഏറ്റവും അഭികാമ്യം അതാണ്. മറ്റു പഞ്ചായത്തുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റിവെച്ച് നഗരസഭയ്ക്കുള്ളിൽ സ്ഥലം കിട്ടിയാൽ അത് നമുക്ക് ഏറെ പ്രയോജനം കിട്ടും. ആ കാര്യം നമുക്ക് ഏറ്റവും ഒരു ഭാഗത്തോട് പരിഗണിച്ചുകൊണ്ട് അത് നമുക്ക് ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്തി അതോടൊപ്പം പബ്ലിക് ഫണ്ട് കൂടി കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കളിസ്ഥലം നമ്മുടെ വൈകാരികമായ ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും പറഞ്ഞതാണ്. ഈരാറ്റുപേട്ടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേണം, ഈരാറ്റുപേട്ടയിൽ കളിസ്ഥലം വേണം, പാർക്ക് വേണം എന്നാണ്. ഈ 3-4 കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെന്റ് അടക്കം റോഡ് മെയിൻ്റനൻസ് അടക്കം അതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ്. പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതുമയുള്ള എന്ന് പറയുന്ന നാട്ടിലില്ലാത്ത പ്രൊജക്റ്റാണ് എന്താണ് പാർക്കും ഗ്രൗണ്ടും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കളിസ്ഥലം ഉണ്ടാവേണ്ടതുണ്ട്. 5 വർഷത്തേക്ക് ചെയ്യേണ്ട ഒരുപാട് പദ്ധതികൾ
ഒന്നാമത്തെ ബഡ്ജറ്റിൽ തന്നെ കാണിച്ച് അതൊരു വെറും ഒരു ഗിമിക്കിയാക്കി മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന പ്രഹസനം വളരെ വലുതാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഗ്രൗണ്ടിന് വേണ്ടി പോലും ഞാൻ വ്യക്തിപരമായി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇവിടെ പലരുമായി സംസാരിച്ച് UAE അടക്കം ഉള്ള വിദേശ രാജ്യങ്ങളിലെ പല സംഘടനാ സംവിധാനങ്ങൾക്കായിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ ഒരു പബ്ലിക് കോൺട്രിബ്യൂഷൻ വലിയ തരത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടി. ഈരാറ്റുപേട്ടയിൽ തന്നെ നിരവധിയായിട്ടുള്ള ലോകത്തിലെ ബ്രാൻഡുകളുണ്ട്. അവരോടൊക്കെ പേഴ്സണലി ഇപ്പൊ സാധാരണഗതിയിൽ പല പിരിവുകളും കളക്ഷനും വരുമ്പോൾ ഈരാറ്റുപേട്ടയിലും വെളിയിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളെ സംരംഭകരെ ഞാൻ പലരെയും വിളിക്കാറില്ല. കാരണം നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്, ഏത് തരത്തിലുള്ള ചെറിയ ചെറിയ കളക്ഷൻ വന്നാലും നമ്മുടെ മനസ്സിലുള്ളത് വലിയ പ്രോജക്റ്റാണ്. ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള സ്ഥലം മേടിക്കലും ഈ കളിസ്ഥലമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നഗരസഭയുടെ സംവിധാനത്തിൽ ലോൺ എടുത്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പബ്ലിക് ഫണ്ട് എന്നുള്ള കാര്യം കൂടി കിട്ടും എന്നുള്ള വലിയ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനോഹരമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. അതോടൊപ്പം പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ടാക്സിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ആത്മാർത്ഥമായി ഞാൻ ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി ഒന്ന് പ്രശംസിക്കുക കൂടി ചെയ്യാം. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട PM മൊഹസിൻ, അദ്ദേഹം ആ തലപ്പലം പഞ്ചായത്തിലെ സെക്രട്ടറി ആയിരുന്നു. അഡീഷണൽ ചാർജായി നഗരസഭയ്ക്ക് വന്നപ്പോൾ പോലും അപ്പൊ അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത്, നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണോട് പറഞ്ഞത് തലപ്പലത്ത് നിന്ന് വരാതെയാണെന്ന് ഈരാറ്റുപേട്ട തന്നെ വന്ന് നിൽക്കുകയാണെന്നാണ്. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം തലപ്പലത്തായിരുന്നു കൂടുതൽ എല്ലാം ചെയ്തത്. അപ്പൊ നമ്മളത് പരാതിപ്പെട്ട് ഇപ്പൊ ഇങ്ങോട്ട് വളരെ ലൈവായി പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് മുപ്പട ജംഗ്ഷനില് 4 വട്ടം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു, പലവട്ടം പോയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഡ്രീം പദ്ധതികളിലൊക്കെ ഉദ്യോഗസ്ഥരുടെ വലിയൊരു പങ്കാളിത്തം കൂടിയുണ്ട്. അടക്കം HS അടക്കം ഇവിടെ ക്ലീൻ സിറ്റി മാനേജറുണ്ട്, ഉണ്ട്, മറ്റു നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം നാട്ടിൽ വേണ്ട ഒരു വികസനം പോലെ കണ്ട് മുമ്പോട്ട് പോയി. അപ്പൊ ഈ ടാക്സ് വർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലേഴ്സ് പലരും നന്നായി ജോലി ചെയ്തു. അവരുടെ വാർഡുകളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊജക്ട് തയ്യാറാക്കാനും ഈ ബഡ്ജറ്റ് തയ്യാറാക്കാനും ഇവിടെ ഈ സമ്മാനങ്ങൾ എല്ലാവർക്കും സമ്മാനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യാനൊക്കെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച നമ്മുടെ ഇവിടുത്തെ ജീവനക്കാർ നമ്മൾ അവരൊക്കെ ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നമുക്ക് തുടർന്നും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഉണർത്തുന്നു. അതോടൊപ്പം കൂടി നമുക്ക് ഇനി പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ നഗരസഭ ഓഫീസിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് പ്രൊഫഷണൽ ആക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടറിയുമായി പേഴ്സണലി അക്കാര്യം സംസാരിച്ച് മറ്റു പല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാം, ഒരു 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 പബ്ലിക്, ഒരു പൗരൻ, ഒരു നാട്ടുകാരൻ ഓഫീസിലേക്ക് കടന്നു വന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ചേംബറിലേക്ക് കടന്നു ചെന്ന് അവരുടെ കൗണ്ടറിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രവണത മറ്റ് ഒരു സ്ഥലങ്ങളിലുമില്ല. തലപ്പലം പഞ്ചായത്ത് സെക്രട്ടറിയാണ് മൂസ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു സ്ഥലങ്ങളിലും ഈരാറ്റുപേട്ടയിൽ മാത്രം കാണുന്ന ഒരു പ്രവണതയാണ്. അത് എന്റെയും നിങ്ങളുടെയും ക്യാരക്ടറിന്റെ പ്രത്യേകത കൂടിയാണ്. നമുക്കെല്ലാം പെട്ടെന്ന് ഒരു എന്താ പറയാ, ഒരു അലോപ്പതി മൈൻഡാണ്. വന്നാൽ പെട്ടെന്ന് നടത്തിപ്പോണെന്നൊരു മൈൻഡ് കൂടിയാണ്. അപ്പൊ നമ്മൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അതിന്റെ സംവിധാനം നമ്മളോട് മാറ്റപ്പെടണം. അപ്പൊ ഒരാൾ കടന്നു വന്നാൽ അയാൾ പെട്ടെന്ന് ഓഫീസർമാരുടെ കൗണ്ടറിലേക്ക് ചെല്ലാതെ അതിനുള്ള സംവിധാനം നമുക്ക് എന്താണെന്ന് എല്ലാവരും കൂടി അടുത്തൊരു ജനറൽ കമ്മിറ്റിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ, പ്രത്യേകിച്ച് നമുക്ക് 1-2 ആളുകളെ നഗരസഭാ ഓഫീസിന്റെ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിലും ഒക്കെ നിർത്തിക്കൊണ്ട് അവരെ പ്രത്യേകമായി ജോലിക്കെടുക്കാൻ പറ്റുമെങ്കിൽ കഴിവുള്ള ആളുകളെ ജോലിക്കെടുത്ത് വരുന്ന ആളുകൾക്ക് സഹായം കിട്ടുന്ന രീതിയിൽ ഓഫീസിനകത്തേക്ക് കയറി ഉദ്യോഗസ്ഥന്മാരുടെ ജോലിക്ക് തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ അവന്നാൽ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി ഇവിടെയുള്ള ആളുകൾക്ക് സേവനം ലഭ്യമാക്കുന്ന ഒരു സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കണം. ആ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് യോഗം വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പ്രിയപ്പെട്ട സെക്രട്ടറി സംസാരിക്കുന്നതിന് വേണ്ടി നടന്ന 12 കോടി രൂപ വിളിച്ചോണ്ടുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർ അത് ആക്ഷേപമായിട്ടുണ്ട്. അത് ശരിക്കും പറയാൻ നമ്മളുടെ കുഴപ്പമല്ല. യഥാർത്ഥത്തിൽ നമ്മൾക്ക് മിച്ചം അത്രയൊന്നുമില്ല. 5% ഉള്ള അനുവദനീയമായ മിച്ചം മാത്രമേ ഉള്ളൂ. ഇത് കേസ്മാർട്ടിന്റെ അകത്ത് വന്നിട്ടുള്ള ചില അനോമലീസ് ആണ് നമുക്ക് ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മള് OB സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഓരോ നമ്മുടെ വരവും ചെലവുകളും സെറ്റ് ചെയ്ത് അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസമാണ് 12 കോടി രൂപ എന്ന് പറയുന്നത്. ആക്ച്വലി എമൗണ്ട് അതല്ല. നമ്മൾക്ക് ഒരു ബഡ്ജറ്റില് മിനിമം നമുക്ക് 5% മിച്ചം പറഞ്ഞെന്നുള്ളത് അത് കൃത്യമായിട്ട് അത് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വന്ന വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് 1-2 കാര്യങ്ങൾ സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ബഡ്ജറ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. ഇത്
ഇത് നമുക്ക് ഈ ക്യാഷ് മാർക്കിനകത്ത് വന്നിരിക്കുന്ന ഒരു അനോമലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി ചെയർമാന്റെ ലോണിലേക്ക് ചെന്നിട്ടുള്ളൂ. ഇത് അപ്രൂവ് ചെയ്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതിന്റെ അനോമലി നമ്മുടെ ഐക്യമിന്റെ ഡൊമൈൻ എക്സ്പേർട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, പരാതിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ അത് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരും. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർ ഒരിക്കലും ഞാൻ എത്രത്തോളം പിന്തുണ ഇവരുടെ ഭാഗത്തും ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുന്നതിൽ അഭൂതപൂർവമായ ഒരു പ്രതികരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത്. ഈ ഞങ്ങള് ടാക്സ് പിരിക്കുന്ന കാര്യത്തില് മുമ്പുണ്ടായിരുന്ന രീതിയിലല്ല. ടാക്സ് അടയ്ക്കാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ വളരെ കുറച്ചുകൂടെ എന്തുവാ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ആരോടും നമ്മള് കുറച്ച് പൈസ അടച്ചാൽ മതി എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവായിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം നിങ്ങൾ അടയ്ക്കേണ്ട ഇത്ര രൂപയാണ്, ഇത്ര രൂപ നിങ്ങൾ അടച്ചേ ഒക്കുള്ളൂ, നിങ്ങൾ അടയ്ക്കേണ്ടത് തന്നെയാണ്. അത് ഈ രീതിയിലല്ല, പറയേണ്ട രീതിയിൽ കുറച്ചുകൂടെ നമ്മളൊന്ന് പ്രൊഫഷണലായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരും കാര്യം മനസ്സിലായി. എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഈ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് തന്നെ നമ്മൾ പിരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ കുറച്ചുകൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർച്ച് 31 50% നമ്മളെ കണക്ഷനാക്കാൻ പറ്റും. ഇനി അത് കൂടാതെ തന്നെ ഈ ഡ്രൈവ് നിങ്ങൾ തുടരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ നഗരസഭയുടെ തനത് ഫണ്ടിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടേണ്ട ലോണിന്റെ വ്യാപ്തി. നമ്മൾ തനത് ഫണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് സ്വയം പര്യാപ്തമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണേലും ലോൺ തരും. അതേസമയം നമുക്ക് ലോൺ കിട്ടുകയല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് തനത് ഫണ്ടില്ലെങ്കിൽ നമുക്ക് ലോൺ കിട്ടത്തില്ല. ഈ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചടവിനെയും കൂടെ കണക്കാക്കിക്കൊണ്ട് മാത്രമേ ആരും നമുക്ക് ലോൺ തരുള്ളൂ. ലോൺ എടുത്ത ഒരു കാര്യം ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ചില മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് കളക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉത്സാഹിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തോട്ടുള്ള 100% മുകളിലുള്ള സഹകരണമുണ്ട്. വളരെയേറെ നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ വളരെ വിശാല മനസ്സോടു കൂടി തന്നെ ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ ഓടിനാണ്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ SSLCക്ക് പഠിച്ചത് കാരണം ഓരോ ഫിഗറും കാണാപ്പാട് അറിയാം. ഇപ്പൊ ചോദിച്ചു നിങ്ങൾ ഇന്ന പേജിൽ ഇത്ര ഫിഗർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാണാപ്പാട് പറയും. കാരണം എനിക്ക് രാത്രിയിൽ എന്നെ കിടത്തി ഓർക്കില്ല. കാരണം ഇതിനെങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംശയങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. ഏതായാലും ആദ്യത്തെ ഒരു ബഡ്ജറ്റ് വളരെ ഭംഗിയായി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സണെ പൂർണ്ണമായും അഭിനന്ദിക്കുന്നു. താങ്ക് യു.